എക്കാലത്തും തിരഞ്ഞെടുപ്പെടുക്കുമ്പോൾ ചർച്ചയായി മാറുന്നതാണ് സ്ഥാനാർത്ഥിയുടെ സ്വത്ത് വിവരങ്ങൾ. തിരഞ്ഞെടുപ്പ് കമ്മീഷന് അവർ സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിന്റെ ചുവട് പിടിച്ച് വിവാദങ്ങളും ഉടലെടുക്കാറുണ്ട്. ഇക്കുറിയും അതിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. എന്നാൽ മുൻ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇക്കുറിയുള്ളത് ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാർ മത്സര രംഗത്തുണ്ട് എന്നുള്ളതാണ്. രണ്ടാം ഘട്ടത്തിൽ 12 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 88 മണ്ഡലങ്ങളിൽ നിന്ന് 1120 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രണ്ടാം ഘട്ടത്തിൽ മത്സരിക്കുന്ന ധനികരുടെ പട്ടിക ഇങ്ങനെയാണ്. കർണാടകയിലെ മണ്ഡ്യയിൽ നിന്ന് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി വെങ്കടരമണ ഗൌഡയാണ് ഇക്കൂട്ടത്തിൽ ഒന്നാമൻ. 622 കോടി രൂപയുടെ ആസ്തിയാണ് അദ്ദേഹത്തിനുള്ളത്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ സഹോദരൻ DK സുരേഷും അതിസമ്പന്നരുടെ പട്ടികയിലുണ്ട്. രണ്ടാം സ്ഥാനത്താണ് സുരേഷ്. ബംഗളൂരു റൂറലിൽ നിന്നാണ് DK സുരേഷ് ജനവിധി തേടുന്നത്. 278.9 കോടിയുടെ സ്വത്താണ് സുരേഷിനുള്ളത്. മൂന്നാം സ്ഥാനത്തുള്ളത് മുൻ ചലച്ചിത്ര താരവും ഉത്തർപ്രദേശിലെ മധുരയിലെ BJP സ്ഥാനാർത്ഥിയുമായ ഹേമ മാലിനിയാണ്. 278.9 കോടിയുടെ സ്വത്താണ് ഹേമ മാലിനിക്കുള്ളത്. മധ്യപ്രദേശിലെ ഹൊസാനാബാഗിൽ നിന്ന് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി സഞ്ജയ് ശർമ്മയ്ക്ക് 232 കോടി രൂപയുടെ ആസ്തിയുണ്ട്. കർണാടക മുൻ മുഖ്യമന്ത്രിയും JDS നേതാവുമായ HD കുമാരസ്വാമിയും സ്വത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെയുണ്ട്. മണ്ഡ്യയിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തേടുന്നത്. ഇതോടെ രണ്ട് കോടീശ്വരന്മാർ തമ്മിലുള്ള പോരാട്ടം കൂടിയായി മണ്ഡ്യയിലെ തിരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. 214 കോടിയുടെ സ്വത്താണ് കുമാരസ്വാമിക്കുള്ളത്. ചിക്കമംഗളൂരുവിൽ നിന്ന് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി MS രക്ഷരാമയ്യയ്ക്ക് 169 കോടിയുടെ സ്വത്തുണ്ട്. രാജസ്ഥാനിലെ ടോങ് സവായി മധോപൂരിൽ BJP ടിക്കറ്റിൽ മത്സരിക്കുന്ന സുഖ്ബീർ സിംഗ് ജൗൻപുരിയയ്ക്ക് 142 കോടിയുടെ സ്വത്താണുള്ളത്. ബംഗളൂരു നോർത്തിൽ നിന്ന് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രൊഫസർ MV രാജീവ് ഗൌഡയ്ക്ക് 134 കോടിയുടെ ആസ്തിയുണ്ട്. രാജസ്ഥാനിലെ ചിത്തോർഗറിൽ നിന്ന് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി അഞ്ജന ഉദയ്ലാലിന് 118 കോടിയുടെ സ്വത്തുണ്ട്. ഈ പട്ടികയിലെ ആദ്യ 10 സ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോടീശ്വര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് കർണാടകയിലാണ്. 5 പേരാണ് കർണാടകയിൽ മത്സരിക്കുന്ന കോടീശ്വരന്മാർ. ആദ്യ 10 സ്ഥാനത്തുള്ള ധനികരിൽ 6 പേരും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ്. ആസ്തി വിവരങ്ങൾ മറച്ചുവെച്ചു എന്ന വിവാദവും ഇതിനൊപ്പം പൊങ്ങിവരുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രമുഖൻ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്ര IT സഹമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റേതാണ്. രാജീവ് ചന്ദ്രശേഖർ സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുഴുവൻ സ്വത്ത് ഏകദേശം 9.25 കോടി. എന്നാലിത് വസ്തുതാപരമായി തെറ്റാണെന്നാണ് അവനി ബൻസൽ ആരോപിക്കുന്നത്. ബോണ്ടുകൾ, കടപ്പത്രങ്ങൾ, ഷെയറുകൾ, കമ്പനികൾ, മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയിലെയും മറ്റുള്ളവയിലെയും രാജീവ് ചന്ദ്രശേഖറിന്റെ നിക്ഷേപത്തിന്റെ വിശദാംശങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ മുഴുവൻ സ്വത്തിന്റെയും മൂല്യം ഒന്നിച്ചു ചേർത്താൽ 45 കോടി രൂപയോളം വരും. എന്നാൽ ഈ വിവരങ്ങളൊന്നും തന്നെ സത്യവാങ്മൂലത്തിൽ ചേർത്തിട്ടില്ല. ബംഗളൂരുവിലെ വസതിയുടെ ഉടമസ്ഥതയും രാജീവ് ചന്ദ്രശേഖർ സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്നാണ് പരാതി. എന്തായാലും പരാതിയിൽ പരിശോധിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട്.